ഹായ് ഓൾ, വെൽക്കം ടു ലൈഫ് ട്രാക്ക് മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ജോഗ്രഫിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. PSCയുടെ സൈഡിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ളത് 10th ലെവലും 12th ലെവലുമാണ് നമ്മളിന്ന് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമുക്ക് സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കേണ്ടതെന്നുള്ളതിൻ്റെയും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ഈ ഒരു വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ അഡീഷണൽ ഇൻഫോർമേഷൻസ് അവൈലബിൾ ആയിട്ടുള്ള PDF നിങ്ങൾക്ക് താഴെ ഞാൻ അവൈലബിൾ ആയിട്ട് തരുന്നതാണ്. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് നോക്കി പഠിക്കുമ്പോൾ ഏകദേശം നമ്മുടെ ഒരു എക്സാം ക്ലിയർ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റും. വേറെ സ്റ്റഡി മെറ്റീരിയൽസ്, വേറെ ഏതെങ്കിലും PSCയുടെയോ SSCയുടെയോ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ലൈഫ് ട്രാക്കിന്റെ ഒഫീഷ്യൽ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള പോയിന്റായ ഇന്ദിര പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? PSC പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് 4 പോയിന്റ്സ്, ഇന്ത്യയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 പോയിന്റ്സ്. ഇന്ദിര പോയിന്റ്, ഇന്ദിര കോൾ, ഗുഹാർ മോട്ടി, കിബിത്തു. ഈ 4 പോയിന്റ്സും കൃത്യമായിട്ട് ഏതൊക്കെ ഭാഗത്താണ് ചോദിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പഠിക്കണം. വടക്കേ ഭാഗം, അതായത് നോർത്തേൺ ഭാഗത്തിന് പറയുന്നത് ഇന്ദിര കോൾ എന്നാണ്. സദേൺ പോയിന്റ്, അതായത് തെക്ക് ഭാഗത്തിന് പറയുന്നത് ഇന്ദിര പോയിന്റ്. ഇനി ഈസ്റ്റേൺ സൈഡ്, കിഴക്ക് ഭാഗത്തിന് പറയുന്നത് കിബിത്തു. വെസ്റ്റേൺ സൈഡ്, പടിഞ്ഞാറ് ഭാഗത്തിന് പറയുന്നത് ഗുഹാർ മോട്ടി. ഈ 4 പോയിന്റ്സും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള പോയിന്റ് ആയ ഇന്ദിര പോയിന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം, സദേൺ പോയിന്റ് ആയിട്ടുള്ള ഇന്ദിര പോയിന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിലാണ് ഇന്ദിര പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ആ പോയിന്റ്സും ഏതൊക്കെ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ പെർട്ടിക്കുലർ പ്ലേസിലാണ് ആ ഒരു പോയിന്റ് സ്ഥിതി ചെയ്തിരിക്കുന്നത് എന്നുള്ളതും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്നാണ് ചോദ്യം വരുന്നത്. ഇതിന്റെ ഉത്തരം വരുന്നത് നർമ്മദയാണ്. നർമ്മദയുടെയും താപ്തിയുടെയും പ്രത്യേകത എന്താണ്? നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ട് ഒഴുകി വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണ് അല്ലെ. എന്നിട്ട് എവിടെയാണ് അത് ചെന്നെത്തുന്നത്? ഏത് സമുദ്രത്തിലാണ്? അറേബ്യൻ സീയിലാണ് ചെന്ന് പതിക്കുന്നത്. നർമ്മദയുടെയും താപ്തിയുടെയും മറ്റു 2 പ്രത്യേകത എന്താണ്? വിന്ധ്യ സത്പുര പർവ്വതനിരകളുടെ നടുവിൽ കൂടെയാണ് ഏത് നദി പോകുന്നത്? നർമ്മദ നദി പോകുന്നത്. റിഫ്റ്റ് വാലിയുടെ ഇടയിൽ കൂടെയാണ് നർമ്മദ നദി പോകുന്നത്. പിന്നെ നദികളുടെ സൈഡിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്? ഹിമാലയൻ നദികൾ, അതുപോലെ പെനിൻസുലാർ നദികൾ. ഇത് രണ്ടും എപ്പോഴും ചോദിക്കാറുള്ളതാണ്. കൃഷ്ണ, കാവേരി എപ്പോഴും PSCയുടെ ഇഷ്ടപ്പെട്ട 2 നദികളാണ്. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നുള്ളത്. കൃഷ്ണയാണെന്നുണ്ടെങ്കിൽ മഹാബലിശ്വരം, മഹാരാഷ്ട്ര. അതുപോലെ താപ്തി എവിടെ നിന്നാണ്? താപ്തി ഉത്ഭവിക്കുന്നത് ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്, ബ്രഹ്മഗിരി ഹിൽസിൽ നിന്നാണ് താപ്തി ഉത്ഭവിക്കുന്നത്. ഈ 2 നർമ്മദയും താപ്തി എപ്പോഴും PSC ചോദിക്കുന്നതാണ്. പിന്നെ ഹിമാലയൻ നദികൾ, ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദിയാണ്. ഗംഗാ നദിയുടെ നീളം എത്രയാണ്? 2525 കിലോമീറ്റേഴ്സ് ആണ് ഗംഗയുടെ നീളം എന്ന് പറയുന്നത്. ഗംഗയുടെ പ്രധാന പോഷക നദി ഏതാണ്? യമുന. യമുനോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ് യമുന ഉത്ഭവിക്കുന്നത്. ഗംഗയാണെങ്കിൽ ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ ട്രിബ്യൂട്ടറീസും ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിലൊന്നും തീരില്ല. അപ്പൊ റിവേഴ്സിൽ ഹിമാലയൻ നദികളും പെനിൻസുലാർ നദികളും ഒട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ നോക്കണം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം, കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലത്തെ ചോദ്യമാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പൊ കേരളത്തിൽ ഏറ്റവും വലിയ നീളമുള്ള നദി ഏതാണ്? പെരിയാറാണ് അല്ലെ. പെരിയാറാണ് ഏറ്റവും നീളം കൂടിയ നദി. പിന്നെ കേരളത്തിൽ എത്ര നദികളുണ്ട്? അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. എത്ര നദികളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സിമ്പിൾ ചോദ്യമാണ് എത്ര നദികളുണ്ട് എന്നുള്ളത്. അപ്പൊ അതിൽ എത്ര നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു, എത്ര നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു എന്നുള്ളതിനൊക്കെ ഒരു കൗണ്ട് ഉണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പെരിയാറിന്റെ നീളം എത്രയാണ്? 244 കിലോമീറ്റർ ആണ്. ശിവഗിരി മലകളിൽ നിന്നാണ് പെരിയാറിന്റെ ഉത്ഭവം വരുന്നത്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ജീവരേഖ ഏതാണ്? ഗംഗയാണ്. ഓക്കെ, കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണെന്നുള്ളത് ഞാൻ കമന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ നിങ്ങൾക്കൊരു ക്ലൂ തരാം. അതില് ഒരു നദി കബനിയാണ്. ബാക്കിയുള്ള
നദികൾ ഏതൊക്കെയാണ്, എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് അറിയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് നോക്കുക. എന്തായാലും അതിലൊരു നദിയുടെ പേര് കബനിയാണ്. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഒരെണ്ണം കബനിയാണ്. ബാക്കിയുള്ള നദികളുടെ പേരും പഠിക്കുക, അതുപോലെ കൗണ്ടും കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യയിലെ ഏറ്റവും പഴയ പർവ്വതനിര ഏതാണെന്നാണ് ചോദ്യം വരുന്നത്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം. ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര അത് ആരവല്ലിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ മലനിര അല്ലെങ്കിൽ യങ് ഫോൾഡ് മൗണ്ടെയിൻസ് എന്നറിയപ്പെടുന്നത് ഏത് മലനിരകളാണ്? ഹിമാലയൻ മലനിരകളാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. പിന്നെ ഏത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ഏറ്റവും വലിയ എന്താ പറയാ മൗണ്ടെയിൻ പീക്ക് ഏതാണ്? ലോകത്തിലെ തന്നെ മൗണ്ട് എവറസ്റ്റ് ആണ്. ഇന്ത്യയിലാണെങ്കിലോ കാഞ്ചൻജംഗയാണ്. ഇനി വിത്തിൻ ഇന്ത്യ, അതായത് ഇന്ത്യക്കുള്ളിൽ തന്നെ ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നന്ദാദേവിയാണ്. നന്ദാദേവിയും കഞ്ചൻജംഗയും പലപ്പോഴും കുട്ടികൾക്ക് തെറ്റാറുള്ളതാണ്. അപ്പോ ഇന്ത്യയില് വിത്തിൻ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിൽ നിന്ന് എന്ന് ഒരു സംഭവം വരികയാണ്, അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിൽ തന്നെ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് PSCയുടെ സൈഡിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസർ വരുന്നത് ഏതാണ്? നന്ദാദേവിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? ഒരുപാട് പോയിന്റ്സ് സത്യം പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷെ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് ഒന്നും പോരാ സത്യത്തില്. അപ്പൊ പർവ്വത നിരകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഹിമാലയൻ പർവ്വത നിരകൾ, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ്, അതില് എവിടെയാണ് ഹിൽ സ്റ്റേഷൻസ്, പ്രധാന ഹിൽ സ്റ്റേഷൻസ്, കുളു മണാലി പോലത്തെ ഹിൽ സ്റ്റേഷൻസ് വരുന്നത് എവിടെയാണ്? ഹിമാചൽ, അവിടെയാണ് വരുന്നത്. അതുപോലെ പിന്നെ ഏതാ? ആരവല്ലി, വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ്, അങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. ആനമുടി എപ്പോഴും ചോദിക്കാറുണ്ട്. അതുപോലെ നന്ദാദേവി, അത് കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി സ്റ്റേറ്റ്മെന്റ് ബേസിസിൽ PSC ചോദിക്കാറുണ്ട്. അപ്പം മലനിരകൾ അല്ലെങ്കിൽ മൗണ്ടെയിൻസ് എന്നുള്ള ഭാഗത്തിൽ ആ ഒരു പോയിന്റ്സ് നിങ്ങൾ പ്രത്യേകം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഈ ഭാഗത്ത് പിന്നെ വേറെന്തൊക്കെയാണ് ചോദിക്കാനുള്ളത്? ഈ ഒരു പർവ്വതനിരയുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണമാണ്. പ്രധാനമായിട്ടും രാജസ്ഥാനിലാണ് ഈ ഒരു ആരവല്ലി പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത്. ആരവല്ലി നിരകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയുടെ പേരെന്താണ്? ഗുരുശിഖർ. എന്താണ്? ഗുരുശിഖർ എന്നാണ് പറയപ്പെടുന്നത്. പ്രശസ്തമായ ലൂണി നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ആരവല്ലി നിരകളിൽ നിന്നാണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? കടലിടുക്കുകളെ കുറിച്ചിട്ടുള്ള നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആദ്യം പറയാം. പാക് കടലിടുക്കാണ്, അതായത് പാക് സ്ട്രെയിറ്റ് ആണ് ഇന്ത്യയെയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്ക്. പാകിസ്ഥാൻ ഒന്നല്ല. പാക് എന്ന് കാണുമ്പോൾ നമ്മൾ പാകിസ്ഥാന്റെ കടലെടുക്കും ഇന്ത്യയുടെ കടലെടുക്കും ആണെന്നുള്ളത് തെറ്റിദ്ധരിക്കരുത്. പാക് കടലെടുക്ക് സെപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യയെയും ശ്രീലങ്കയാണെന്നുള്ളതിന്റെ കാര്യം എപ്പോഴും ഓർത്തിരിക്കാം. ഇനി ലോങ്സ്റ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ഏതാണ്? അല്ലെങ്കിൽ ഏറ്റവും വലിയ നീളമേറിയ കടലെടുക്ക് ഏതാണ്? മലാക്ക കടലെടുക്കാണ്, സ്ട്രെയിറ്റ് ഓഫ് മലാക്ക. അതിൽ ഏതൊക്കെയാണ് സെപ്പറേറ്റഡ് ആവുന്നത്? ഇന്ത്യൻ ഓഷനും പസഫിക് ഓഷനുമാണ് മെയിൻ ആയിട്ട് അവിടെ സെപ്പറേറ്റ് ആവുന്നത്. അപ്പൊ ലോങ്സ്റ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ലോങ്സ്റ്റ് നീളമേറിയ കടലെടുക്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? മലാക്ക കടലെടുക്കാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അടുത്ത വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഏതാണ്? ഗിബ്രാൾട്ടൺ സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ഗിബ്രാൾട്ടൺ കടലെടുക്ക് വേർതിരിക്കുന്നത് ഏതൊക്കെ ഭാഗങ്ങളാണ്? യൂറോപ്പും സ്പെയിനുമാണ്. സ്പെയിനും യൂറോപ്പും തമ്മിൽ വേർതിരിക്കുന്ന കടലെടുക്കിന്റെ പേരാണ് ഗിബ്രാൾട്ടർ സ്ട്രെയിറ്റ്. അപ്പൊ അതും ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഏതാണ്? ബെറിക് സ്ട്രെയിറ്റ്. അതിന്റെ പ്രത്യേകത എന്താണ്? ബെറിക് സ്ട്രെയിറ്റിന്റെ പ്രത്യേകത എന്താണ്? ഏഷ്യയും നോർത്ത് അമേരിക്കയും തമ്മിൽ സെപ്പറേറ്റ് ആക്കുന്ന ഒരു കടലെടുക്കിന്റെ പേരാണ് ബെറിക് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ എപ്പോഴും റിപ്പീറ്റഡ് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡമാൻ ദ്വീപുകളും നിക്കോബാർ ദ്വീപുകളും തമ്മിൽ വേർതിരിക്കുന്ന ചാനൽ എത്ര ഡിഗ്രി ആണെന്നുള്ളത്. 10 ഡിഗ്രി ചാനലാണ്. 11, 12 ഒന്നും പോയി നമ്മൾ കുത്താൻ പാടില്ല. 10 ഡിഗ്രി ചാനലാണ് ആൻഡമാൻ ദ്വീപുകളും നിക്കോബാർ ദ്വീപുകളും തമ്മിൽ വേർതിരിക്കുന്നത്. 10 ഡിഗ്രി ചാനലാണ്. ക്ലിയർ അല്ലേ? ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന ഉൾക്കടൽ മന്നാർ ഉൾക്കടലാണ്. അതുപോലെ ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന കടലെടുക്കിന്റെ പേരാണ് പാക് കടലെടുക്ക്. ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
ഓക്കെ, മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ മണ്ണിനെ കുറിച്ചിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ലാറ്ററൈറ്റ് സോയിൽ ആണ് ആൻസർ വരുന്നത് അല്ലെ. ചെങ്കൽ മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഏതാണ്ട് 8-9 ടൈപ്പ് മണ്ണുകളുണ്ട്. മണ്ണ് മാത്രം, മണ്ണിനെ പല രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഏകദേശം 8-9 ടൈപ്പ് മണ്ണുണ്ട്. ഇപ്പൊ ഇതിൽ ചോദിച്ചിരിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണെന്നാണ്. അപ്പൊ നമ്മൾ പഠിച്ചു ലാറ്ററൈറ്റ് സോയിൽ ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? അലൂവിയൽ സോയിൽ ആണ്. അലൂവിയൽ അതായത് എക്കൽ മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. ഓക്കെ, ഇന്ത്യയിൽ അപ്പൊ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? അലൂവിയൽ സോയിൽ. എക്കൽ മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. ഈ മണ്ണിനത്തിന്റെ പ്രത്യേകത എന്താണ്? കൃഷിക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്? അലൂവിയൽ സോയിൽ ആണ്, എക്കൽ മണ്ണാണ്. ഈ എക്കൽ മണ്ണിന്റെ ഡെപ്പോസിഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് എക്കൽ മണ്ണ് രൂപീകരിക്കപ്പെടുന്നത്? നദികൾ വഴിയാണ് ഈ ഒരു സംഭരിച്ചു കൊണ്ടുവരുന്ന മണ്ണാണ് എക്കൽ മണ്ണെന്ന് പറയുന്നത്. പിന്നെ PSC ചോദിക്കാറുള്ള മറ്റൊരു മണ്ണിനാണ് കറുത്ത മണ്ണ്. കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? ഡെക്കാൻ പീഠഭൂമിയിലാണ്. കറുത്ത മണ്ണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? പരുത്തി കൃഷി. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണാണ് കറുത്ത മണ്ണെന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന മണ്ണിന്റെ പേര് ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സോയിൽ ആണ്. ലാറ്ററൈറ്റ് സോയിലിന്റെ മറ്റ് പ്രത്യേകതകൾ എന്താണ്? കേരളത്തിലെ മലനാട്, ഇലനാട് പ്രദേശങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്നത് ഏത് മണ്ണാണ്? ചെങ്കൽ മണ്ണാണ്. ഈ ഒരു ലാറ്ററൈറ്റ് സോയിൽ ആണ് അല്ലെ. അതുപോലെ കശുവണ്ടി, റബ്ബർ, കുരുമുളക് എന്നിവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണും ഏതാണ്? ലാറ്ററൈറ്റ് സോയിൽ ആണ്. ഓക്കെ, ഇനി കുട്ടനാട് മേഖലയിൽ കാണപ്പെടുന്ന മണ്ണിന്റെ വിളിക്കപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? കായൽ മണ്ണ്, മാർഷി സോയിൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലെ. പിന്നെ നമ്മൾ നേരത്തെ കരിമണ്ണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമണ്ണ് കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഇത് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് ആ ഭാഗങ്ങളാണ്. അപ്പൊ ആ ഒരു ഡിഗ്രീസ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, അതുപോലെ ഇക്വേറ്റർ, അതിന്റെ പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് അറിഞ്ഞു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. PSC ചോദിക്കാറുണ്ട്. എസ്പെഷ്യലി ട്രോപ്പിക് ഓഫ് ക്യാൻസർ PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ഏത് സംസ്ഥാനത്തിൽ കൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്ത് പോവാത്ത, അതായത് ഉത്തരായന രേഖ പാസ് ചെയ്ത് പോവാത്ത സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ 8 സംസ്ഥാനങ്ങൾ നിങ്ങൾ അറിഞ്ഞു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു പാസ് ചെയ്ത് പോവാത്ത ഒരു സംസ്ഥാനം കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പൊ ഏതൊക്കെ സംസ്ഥാനത്തിൽ കൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. ഈ 8 സംസ്ഥാനങ്ങൾ കൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ആസാം എപ്പോഴും തെറ്റിക്കാൻ വേണ്ടി കൊടുക്കാറുണ്ട്. അപ്പൊ ആസാം കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പോയി കുത്തരുത്. ആസാം തെറ്റാണ്. അത് നിങ്ങൾ എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇവിടെ വരുന്നത്? 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ പ്രാദേശിക സമയം അല്ലെ, ഇന്ത്യയുടെ പ്രാദേശിക സമയം തീരുമാനിക്കുന്നത് 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിന്റെ ബേസിസിലാണ്. അത് പാസ് ചെയ്തു പോകുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശിലെ അലഹാബാദിലെ മിർസാപൂർ ത്രൂ ആണ് ഇതൊന്ന് പാസ് ചെയ്ത് പോകുന്നത്. 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് പാസ് ചെയ്ത് പോകുന്നത്. കിട്ടിയില്ലേ? ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? പിന്നെ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൽക്കരി നിക്ഷേപമുള്ള നദീതടം ഏതാണ്? ഇതിൽ ഉത്തരം വരുന്നത് ദാമോദർ നദീതടമാണ്. അപ്പൊ നദീതടത്തിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റാം? ഇന്ത്യയിൽ ഏറ്റവും വലിയ നദീതടം ഏതാണ്? ഗംഗയാണ്. രണ്ടാമത്തെ നദീതടം ഏതാണ്? ഗോദാവരിയാണ്. ഓക്കെ, ഇനി ഈ നദീതടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് ഒരു നദിയും അതിന്റെ പോഷക നദികളും ഒരുമിച്ച് നെറ്റ് പോയതാണേ. ഒന്നുകൂടെ പറയാം. നദീതടം എന്ന് പറയുന്നത് ഒരു നദിയും അതിന്റെ പോഷക നദികളും ചേർന്ന് ഒഴുകിയെത്തുന്ന ജലം ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് ഉൾക്കൊള്ളുന്നതിനെയാണ് എന്ത് പറയുന്നത്? നദീതടം എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഇനി ഈ നദികൾ കൊണ്ടുവരുന്ന ചില
എന്താ പറയുക, ഡെപ്പോസിറ്റ്സ് കൂടി വരുന്നതിന്റെ എന്താ പറയാ റിസൾട്ട് ആയിട്ടാണ് എന്ത് വരുന്നത്, ഡെൽറ്റകൾ ഫോം ചെയ്യുന്നത് അല്ലെ. ഏറ്റവും വലുത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ്, സുന്ദർബൻസ് ഡെൽറ്റ. ഗംഗ ബ്രഹ്മപുത്ര ഡെപ്പോസിറ്റ്സ് ത്രൂ ഉണ്ടാവുന്നതാണ് ഈ ഒരു സുന്ദർബൻസ് ഡെൽറ്റ എന്ന് പറയുന്നത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയാണ് ഇവിടെ വരുന്നത്, ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ഏത്, ദാമോദർ എന്ന് പറയുന്നത്. നമ്മളിപ്പോ പറഞ്ഞ ദാമോദർ നദീതടത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ബംഗാളിന്റെ ദുഃഖം. സോറോ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്നതും ഈ ഒരു ദാമോദർ നദിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്, കോസി നദിയാണ് അല്ലെ. ഇനി മറ്റ് പോയിന്റ്സ് ഏതൊക്കെയാണ് വരുന്നത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദീതടങ്ങളുള്ള ജില്ല ഏതാണ്, കാസർഗോഡാണ്. 12 നദീതടങ്ങളുണ്ട്. ഓക്കെ, പിന്നെ സ്റ്റഡി ഓഫ് റിവേഴ്സ്, കേരളത്തിലെ നദികളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി സ്ഥാപിച്ച കമ്മിറ്റിയുടെ പേരെന്താണ്, മാധവ് മേനോൻ കമ്മിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ട്രിബ്യൂട്ടറീസ് ഉള്ള കേരളത്തിലെ നദി ഏതാണ്, ഭാരതപ്പുഴയാണ്. ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏതാണെന്നാണ് ചോദ്യം വരുന്നത്. ഉത്തരം കുന്തിപ്പുഴയാണ്. കുന്തിപ്പുഴയുടെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ്, കുന്തിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്, ഭാരതപ്പുഴയുടെ പോഷക നദിയാണ്. ഓക്കെ, സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്, പാലക്കാട് ജില്ലയിലാണ്. സംസ്ഥാനമല്ല, ജില്ല. ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലാണ് കേട്ടോ, സംസ്ഥാനം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടത്. ഓക്കെ, ഈ പുഴയുടെ മറ്റു പ്രത്യേകത എന്താണ്, കളിമണ്ണും ചെളിയും കലരാത്ത ഒരു പുഴയായിട്ടാണ് കുന്തിപ്പുഴയെ കൺസിഡർ ചെയ്യുന്നത്. ഇനി നാഷണൽ പാർക്സിനെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പറഞ്ഞുതരാം. കേരളത്തിൽ എത്ര നാഷണൽ പാർക്സ് ഉണ്ട്, 6 നാഷണൽ പാർക്കുകൾ ഉണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് നാഷണൽ പാർക്കും അതിന്റെ പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇരവികുളം നാഷണൽ പാർക്കിന്റെ പ്രത്യേകത എന്താണ്, വരയാടുകളെ സംരക്ഷിക്കുന്ന നാഷണൽ പാർക്കാണ് ഇരവികുളം നാഷണൽ പാർക്ക്. സൈലന്റ് വാലി നാഷണൽ പാർക്ക് എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, സിംഹവാല കുരങ്ങുകൾക്കാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് അല്ലെ. ലയൺ ടൈൽഡ് മക്കാക്കിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പെരിയാർ നാഷണൽ പാർക്ക് ആണെങ്കിലോ കടുവകൾക്കാണ് സംരക്ഷണം കൊടുക്കുന്നത്. ഇനി ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, പാമ്പാടും ചോല. വലിയ നാഷണൽ പാർക്ക് ഏതാന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്. ചെറുത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാമ്പാടും ചോല. ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പൊ ഇത്രയും പോയിന്റ്സ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി കുന്തിപ്പുഴയാണ്. കുന്തിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്, ഭാരതപ്പുഴയുടെ പോഷക നദിയാണ്. സൈലന്റ് വാലി നാഷണൽ പാർക്ക് പാലക്കാടിലാണ്. പിന്നെ നമ്മൾ നാഷണൽ പാർക്കുകളും അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സും ഏതൊക്കെ മൃഗങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, 10ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഗോദാവരി. നമുക്കറിയാം ദക്ഷിണ ഗംഗ അല്ലെങ്കിൽ വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന ഗോദാവരിയുടെ ലെങ്ത് 1465 കിലോമീറ്റർ ആണ്. ഓക്കെ, അത് ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയുടെ ജീവനാഡി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ നദിയായ ഗംഗയുടെ ലെങ്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 25 അല്ലെ, 2525 കിലോമീറ്റർ ആണ് ലെങ്ത് വരുന്നത്. ഓക്കെ, ഇനി അത് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് കൂടെ ഞാൻ പറഞ്ഞുതരാം. കേരളത്തിൽ ആകെ എത്ര നദികളുണ്ട്? നമ്മൾ നേരത്തെ ഞാൻ നിങ്ങളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞതായിരുന്നു, പക്ഷെ എന്തായാലും ഞാൻ ഇവിടെ പറയാം. കേരളത്തിൽ മൊത്തം 44 നദികളുണ്ട്. അതിൽ 41 പടിഞ്ഞാറോട്ട് വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണ്, 3 കിഴക്കോട്ട് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണ്. ഈ 3 നദികളുടെ പേരാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഞാൻ ഇവിടെ അത് പറയാം. 3 നദികളുടെ പേര് കബനി, ഭവാനി, പാമ്പാർ. 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. ഇനി ഇതിൽ ഏറ്റവും വലിയ നദി ഏതാണ്? കേരളത്തിലെ 44 നദികൾ ഏറ്റവും വലിയത് ഏതാണ്? പെരിയാറാണ്. ഏറ്റവും ചെറുത് ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. ഏറ്റവും കൂടുതൽ നദികളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കാസർഗോഡാണ് അല്ലെ. ഇനി നമ്മൾ വലിപ്പത്തിന്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് പെരിയാറും സെക്കൻഡ് പൊസിഷനിൽ വരുന്നത് ഭാരതപ്പുഴയാണ്. ഫസ്റ്റ് കിടക്കുന്നത് ഭാരതപ്പുഴയാണെന്ന് ആരും വിചാരിക്കരുത്. ഫസ്റ്റ് പെരിയാറും സെക്കൻഡ് ആണ് ഭാരതപ്പുഴ വരുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? ഇത്രയും ഭാഗങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. എന്നാലും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ റിവേഴ്സിന്റെ ഭാഗം, കേരള റിവേഴ്സ് ആണെങ്കിലും ഇന്ത്യൻ റിവേഴ്സ് ആണെങ്കിലും PSC ഇതുവരെ ഒഴിവാക്കാത്തൊരു സബ്ജക്റ്റ് ആണ്.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ റിസർച്ച് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്കപ്പോൾ 11ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉത്പാദിപ്പിക്കുന്ന മണ്ണ് ഏതാണെന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ മണ്ണിനെ കുറിച്ചും അതുപോലെ റോക്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്തത് വരാനായിട്ട് പോകുന്നത്. തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് കരിമണ്ണാണ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. നമ്മൾ 3 ടൈപ്പ് റോക്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇഗ്നിയസ് റോക്ക്, സെഡിമെന്ററി റോക്സ്, മെറ്റമോർഫിക് റോക്സ്. മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, പിന്നെ 3ാമത്തെ ഏതാണ്? മെറ്റമോർഫിക്. രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള സംഭവം കായാന്തരിത ശില അല്ലെ. 3 ടൈപ്പ് റോക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതില് ഇഗ്നിയസ് റോക്ക് അല്ലെങ്കിൽ ആഗ്നേയ ശിലകളുടെ പ്രത്യേകത എന്താണ്? ലാവ അല്ലെങ്കിൽ മാഗ്മ തണുക്കുന്നതിന്റെ ഭാഗമായിട്ട് രൂപം കൊള്ളുന്ന റോക്സിനെയാണ് എന്ത് പറയുന്നത്? ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത് അല്ലെ. അതുവഴി രൂപം കൊള്ളുന്ന റോക്സിന്റെ പേരെന്തൊക്കെയാണ്? ബസാൾട്ടും ഗ്രാനൈറ്റും. ഇനി ബസാൾട്ടും ഗ്രാനൈറ്റും തമ്മിൽ രൂപം കൊള്ളുന്നതിന്റെ ഡിഫറൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ച് തണുത്തുറയുന്നതാണെന്നുണ്ടെങ്കിൽ അത് ബസാൾട്ടും, ഭൂമിയുടെ ഉള്ളിൽ വെച്ച് തണുത്തുറയുന്നതാണെന്നുണ്ടെങ്കിൽ അത് ഗ്രാനൈറ്റുമാണ്. ഇനി അവസാദ ശിലകൾ, സെഡിമെന്ററി റോക്സിന്റെ പ്രത്യേകത എന്താണ്? കാറ്റ്, അതുപോലെ ജലം, അതുപോലെ മഞ്ഞ്, അതുവഴി ഉണ്ടാകുന്ന അവശിഷ്ടങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന റോക്സിനെയാണ് എന്ത് പറയുന്നത്? അവസാദ ശിലകൾ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? മണൽ, ചുണ്ണാമ്പ്, കൽക്കരി. ഇതൊക്കെയാണ് അവസാദ ശിലകളുടെ എക്സാമ്പിൾ വരുന്നത്. ഇനി കായാന്തരിത ശിലകൾ, ഒരു പോയിന്റ് കൂടെ വിട്ടുപോയി. ഈ സെഡിമെന്ററി റോക്സ് അല്ലെങ്കിൽ അവസാദ ശിലകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കല്ല് ഏതാണ്? മണൽക്കല്ലാണ്, സാൻഡ്സ്റ്റോൺ ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ബാക്ക് ടു മെറ്റമോർഫിക്. കായാന്തര ശിലയുടെ പ്രത്യേകത എന്താണ്? ഹൈ പ്രഷറും ഉയർന്ന താപനിലയും ഉയർന്ന പ്രഷറും മൂലം നമ്മുടെ അവസാദ ശിലകളിലും അതുപോലെ ആഗ്നേയ ശിലകളിലെ രൂപം മാറി വരുന്ന പുതിയൊരു റോക്കാണ് എന്ത്? മെറ്റമോർഫിക് റോക്ക് അല്ലെങ്കിൽ കായാന്തരിത ശില എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് വരുന്നത്? ഇതിപ്പോ ചുണ്ണാമ്പ് ഒരു സെഡിമെന്ററി ആണ് അല്ലെ. ചുണ്ണാമ്പ് മാർബിൾ ആയിട്ട് മാറും. കൽക്കരി എന്തായിട്ട് മാറും? ഗ്രാഫൈറ്റ് ആയിട്ട് മാറും. സാൻഡ്സ്റ്റോൺ എന്തായിട്ട് മാറും? ക്വാർട്ടിസൈറ്റ് ആയിട്ട് മാറും. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് വരുന്നത്. കിട്ടിയില്ലേ ഇത്രയും പോയിന്റ്സ് ഈ ക്വസ്റ്റ്യനിൽ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, 12ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലുമായി അതിർത്തി പങ്കിടാത്ത ജില്ല ഏതാണ്? ഉത്തരം ഏതാണ് വരുന്നത്? പത്തനംതിട്ടയാണ് അല്ലെ. നമുക്ക് ഓപ്ഷൻസ് നോക്കിയിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ MCQ കൊടുത്തിട്ടില്ല. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ആൻസർ വരുന്നത് പത്തനംതിട്ടയാണ്. അങ്ങനെയാണെങ്കിൽ അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ആലപ്പുഴയും കോട്ടയവും എറണാകുളവും ആണ് അല്ലെ പങ്കിടുന്ന ജില്ലകൾ. ഈ 3 ജില്ലകളല്ലാതെ വേറെ ഏത് ഓപ്ഷൻ വന്നാലും നിങ്ങളത് എലിമിനേറ്റ് ചെയ്ത് കളയണം. ഞാനിപ്പോൾ അത് MCQ കൊടുക്കാത്ത കാരണമായിരിക്കും നിങ്ങൾക്കിത് മനസ്സിലാവാത്തെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഏതാന്നുള്ളത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഈ കായലുകളെ കുറിച്ച് PSCയുടെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് നോക്കാം. ഏറ്റവും നീളം കൂടിയ കായൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമ്മുടെ വേമ്പനാട്ട് കായലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയ കായൽ ഏതാണ്? പൂക്കോട് കായലാണ്. വയനാട്ടിലുള്ള പൂക്കോട് കായലാണ് ഏറ്റവും ചെറിയ കായൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആഴം കൂടിയ കായൽ ഏതാണ്? അഷ്ടമുടി കായലാണ് ഏറ്റവും ആഴം കൂടിയ കായൽ വരുന്നത്. കേരളത്തിൽ എത്ര കായലുകളുണ്ട്? മൊത്തം 34 കായലുകളുണ്ട്. ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? 2002 റംസാർ സൈറ്റുകളുടെ ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ഒരു കായലും കൂടിയാണ് ഏത്? വേമ്പനാട്ട് കായല്. ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഞാൻ 2-3 പോയിന്റ്സ് ഞാൻ വിട്ടുപോയി. വേമ്പനാട്ട് കായലിന്റെ നീളം എത്രയാണ്? 96.5 കിലോമീറ്റേഴ്സ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലയാണ് അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പോയിന്റ് ഏതാണ്? പ്രശസ്തമായിട്ടുള്ള കുട്ടനാട് നെൽകൃഷി നിലകളും അതുപോലെ പാതിരാമണൽ ദ്വീപും വേമ്പനാട്ട് കായലിലാണ് സ്ഥിതി ചെയ്തേക്കുന്നത്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? പിന്നെന്താണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? വേമ്പനാട് കായലിലാണ് അല്ലെ. ഇത്രയും കിട്ടിയില്ലേ? അപ്പൊ അഡീഷണൽ കുറച്ച് പോയിന്റ്സ് കൂടെ ഞാൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് കായലിന്റെ ഭാഗത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഇതിൽ പറ്റില്ല. ഇത്രയും പോയിന്റ്സ് എന്തായാലും നിങ്ങൾ മെയിൻ ആയിട്ടൊന്ന് അറിഞ്ഞു വെക്കാം. അടുത്ത 13ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അപ്പൊ 13ാമത്തെ ചോദ്യം, ലക്ഷദ്വീപ് സമൂഹം രൂപപ്പെട്ടിരിക്കുന്നത് എന്തിനാലാണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം പവിഴപ്പുറ്റുകൾ.
പവിഴപ്പുറ്റുകളുടെ പ്രത്യേകത എന്താണ്? സമുദ്രത്തിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്ന ആവാസ വ്യവസ്ഥയാണ് എന്ത് വിളിക്കുന്നത്? പവിഴപ്പുറ്റുകൾ അല്ലെങ്കിൽ കോറൽ റീഫ്സ് എന്ന് വിളിക്കപ്പെടുന്നത് അല്ലെ. ഈ കോറൽ റീഫ്സ് അല്ലെങ്കിൽ പവിഴപ്പുറ്റുകൾ പ്രധാനമായിട്ടും കാണപ്പെടുന്ന രാസവസ്തു എന്താണ്? കാൽഷ്യം കാർബണേറ്റ് ആണ്. CaCO3 ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാസവസ്തു വരുന്നത്. ഇനി ഈ പവിഴപ്പുറ്റുകളായിട്ട് സഹജീവിതം നയിക്കുന്ന അൽഗകളെ വിളിക്കുന്ന പേരെന്താണ്? സൂക്സാന്തലെ. ഒന്നുകൂടെ പറയുന്നു, സൂക്സാന്തലെ എന്ന അൽഗകളുമായിട്ടാണ് പവിഴപ്പുറ്റുകൾ സഹജീവിതം നയിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ്? വേൾഡ്സ് ലാർജസ്റ്റ് കോറൽ ലീഫ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് എന്നറിയപ്പെടുന്ന ഏതാണ്? ഗ്രേറ്റ് ബാരിയർ റീഫാണ് അറിയപ്പെടുന്നത്. പിന്നെ കോറൽ ബ്ലീച്ചിങ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജലാശയത്തിലെ അമിതമായ പ്രഷർ മൂലം കാൽഷ്യം കോറൽ റീഫിൽ നിന്ന് നീക്കം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കോറൽ ബ്ലീച്ചിങ്. അത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക. ഇത്രയും പോയിന്റ്സ്. ലക്ഷദ്വീപ് മാത്രമാണ് ഇന്ത്യയിൽ പവിഴപ്പുറ്റുകളുള്ള ഏക സ്ഥലം. ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ചോദ്യം: പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ കൂടിച്ചേരുന്ന പർവ്വതനിര ഏതാണ്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വെസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റേൺ ഗട്ട്സും തമ്മിൽ ജോയിൻ ആവുന്ന ഒരു പോയിന്റിനെ കുറിച്ചാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നീലഗിരി കുന്നുകളാണ് ആൻസർ വരുന്നത്. നീലഗിരി ഹിൽസ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ 2022 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വെസ്റ്റേൺ ഗട്ട്സിന്റെയും ഈസ്റ്റേൺ ഗട്ട്സും, അതായത് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിലുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സ് ഞാൻ പറഞ്ഞുതരാം. വെസ്റ്റേൺ ഗട്ട്സിന്റെ മറ്റൊരു പേര് സഹ്യപർവ്വതം എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. സഹ്യപർവ്വതം എന്നറിയപ്പെടുന്നത് വെസ്റ്റേൺ ഗട്ട്സ് ആണ്. ഇനി വെസ്റ്റേൺ ഗട്ട്സ് വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര, കർണാടക, കേരള ആൻഡ് തമിഴ്നാടു. ഏകദേശം ഒരു 6 സംസ്ഥാനങ്ങളിൽ കൂടെയാണ് വ്യാപിച്ചു കിടക്കുന്ന വെസ്റ്റേൺ ഗട്ട്സ്. ഇനി സദേൺ പാർട്ടിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ആനമുടിയാണ് അല്ലെ. അതെവിടെ സ്ഥിതി ചെയ്യുന്നത്? വെസ്റ്റേൺ ഗട്ട്സിലാണ്. ഇനി കമ്പയർഡ് ടു ഈസ്റ്റേൺ ഗട്ട്സ്, അതായത് പൂർവ്വഘട്ടത്തിനെ അപേക്ഷിച്ചിടത്തോളം വെസ്റ്റേൺ ഗട്ട്സിനാണ് ഹൈറ്റ് കൂടുതലുള്ളത് അല്ലെ. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണ്? യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചത് 2012 വെസ്റ്റേൺ ഗട്ട്സ് ഇടം പിടിച്ചിട്ടുള്ളത് യുനെസ്കോയില്. അപ്പൊ ഇത്രയും പോയിന്റ്സ് വെസ്റ്റേൺ ഗട്ട്സിൽ കിട്ടിയില്ലേ? ഇനി ഈസ്റ്റേൺ ഗട്ട്സ് നമുക്ക് നോക്കാം. ഈസ്റ്റേൺ ഗട്ട്സിന്റെ അഥവാ പൂർവ്വഘട്ടത്തിന്റെ മറ്റൊരു പേര് ഞാൻ പറഞ്ഞുതരാം. പൂർവാദ്രി. എങ്ങനെ? പൂർവാദ്രി. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു മൗണ്ടെയിൻ റേഞ്ച് ആണ്, മലനിരകളാണ്. ഇനി ഈസ്റ്റേൺ ഗട്ട്സ് അല്ലെങ്കിൽ പൂർവ്വഘട്ടത്തിന്റെ പ്രത്യേകത നോക്കുകയാണെന്നുണ്ടെങ്കിൽ നദികളാൽ അറുക്കപ്പെട്ടതും തുടർച്ചയില്ലാത്തതുമാണ് എന്ത്? പൂർവ്വഘട്ടം എന്ന് പറയുന്നത്. ഇനി പൂർവ്വഘട്ടം വ്യാപിച്ചെടുക്കുന്ന സംസ്ഥാനങ്ങൾ നമുക്ക് നോക്കാം. ഒഡീഷ, ആന്ധ്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട്. ഇത്രയും സംസ്ഥാനങ്ങളിലാണ് എന്ത് വ്യാപിച്ചെടുക്കുന്നത്? ഈസ്റ്റേൺ ഗട്ട്സ് അഥവാ പൂർവ്വഘട്ടം. ഈസ്റ്റേൺ ഗട്ട്സും വെസ്റ്റേൺ ഗട്ട്സും കൂടിച്ചേരുന്ന പോയിന്റ് ആണ് നീലഗിരി ഹിൽസ്. ഇനി നീലഗിരി ഹിൽസിലെ അല്ലെങ്കിൽ നീലഗിരി കുന്നുകളിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാ? ദാഡബെട്ട. ഏതാ? ഒന്നുകൂടെ പറയാം, ദാഡബെട്ട. നിങ്ങൾ ഗൂഗിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് സ്പെല്ലിങ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 15ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന കേരളത്തിലെ ഗൾഫ് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഉത്തരം വരുന്നത് രാമക്കൽമേട്, ഇടുക്കി. അപ്പൊ നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത് കാറ്റുകളെ കുറിച്ചാണ്, വിൻസിനെ കുറിച്ചാണ് അല്ലെ. അപ്പൊ വിൻസിനെ കുറിച്ച് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാം. ഓക്കെ, ഇനി വിൻസ് 2-3 ടൈപ്പ് നമ്മൾ പറഞ്ഞുതരാം. ട്രേഡ് വിൻസ് ഉണ്ട്, വെസ്റ്റർലീസ് ഉണ്ട്, പോളാർ ഈസ്റ്റർലീസ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 വിൻസ് ആണ്, കാറ്റുകളാണ്. ട്രേഡ് വിൻസിന്റെ പ്രത്യേകത എന്താണ്? അതായത് ട്രേഡ് വിൻസിന്റെ മലയാളം എന്തായിരുന്നു? ഞാൻ മറന്നല്ലോ. വ്യാപാരക്കാറ്റ് അല്ലെ. വ്യാപാരക്കാറ്റ് ഇക്വേറ്ററിൽ, അതായത് ഭൂമധ്യരേഖയിൽ വടക്കും തെക്കും 30 ഡിഗ്രി അക്ഷാംശ രേഖയിൽ വീശുന്ന കാറ്റാണ് ഏത്? വ്യാപാരക്കാറ്റ് അഥവാ ട്രേഡ് വിൻസ് എന്നറിയപ്പെടുന്നത്. ഇനി വെസ്റ്റർലീസിന്റെ പ്രത്യേകത എന്താണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റാണ്. അതായത് കാറ്റ് വീശുന്ന ഡയറക്ഷൻ എപ്പോഴും ഹൈ പ്രഷർ ടു ലോ പ്രഷർ ആണ്. വെസ്റ്റർലീസിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. റോറിംഗ് 40s,
ഫ്യൂരിയസ് 50s, ഷ്രിക്കിംഗ് 60s, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ്. അപ്പോൾ വെസ്റ്റർലീസിന്റെ എക്സാമ്പിൾസ് ആണ് ഏത് റോറിംഗ് 40സും ഫ്യൂരിയസ് 50സും ഷ്രിക്കിംഗ് 60സും വരുന്നത്. ഇനി അടുത്ത കാറ്റാണ് ധ്രുവീയ പൂർവ്വ കാറ്റുകൾ, പോളാർ ഈസ്റ്റർലീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാറ്റിന്റെ പ്രത്യേകത എന്താണ്? ധ്രുവത്തിൽ നിന്ന് ഉപധ്രുവത്തിലേക്ക് വീശുന്ന തണുത്ത കാറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? പോളാർ ഈസ്റ്റർലീസ് അല്ലെങ്കിൽ ധ്രുവീയ പൂർവ്വ കാറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്നത്. ഇനി ബാക്കിയുള്ള കുറച്ച് കാറ്റുകളും കൂടി നമുക്ക് നോക്കാം. ഇനി 2-3 കോമൺ ആയിട്ടുള്ള 1-2 കാറ്റുകളാണ് ലൂവിന്റെ പ്രത്യേകത എന്താണ്? സമ്മർ ടൈമിൽ, അതായത് വേനൽക്കാലത്ത് നോർത്തിൽ വീശുന്ന ഒരു ഉഷ്ണക്കാറ്റാണ് എന്ത്? ലൂ. മാംഗോ ഷവേഴ്സിന്റെ പ്രത്യേകത എന്താണ്? വേനൽക്കാലത്ത് വേനൽ മഴയ്ക്ക് സഹായിക്കുന്ന കാറ്റാണ് എന്ത്? ഏത്? മാംഗോ ഷവേഴ്സ് അല്ലെ. മാംഗോ ഷവേഴ്സിന്റെ പ്രത്യേകത എന്താണ്? കേരളത്തിലും തമിഴ്നാട്ടിലും അല്ലെ, കേരളത്തിലും തമിഴ്നാട്ടിലും മാങ്ങ പഴുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു വേനൽ മഴയാണ് ഏത്? നമ്മുടെ ഈ ഒരു മാംഗോ ഷവേഴ്സ്. ഇനി സീ ബ്രീസും ലാൻഡ് ബ്രീസും നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സീ ബ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകൽ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റിനെയാണ് സീ ബ്രീസ് അല്ലെങ്കിൽ കടൽ കാറ്റ് എന്ന് പറയുന്നത്. ലാൻഡ് ബ്രീസ് എന്ന് പറഞ്ഞാലോ, കരക്കാറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? രാത്രി സമയങ്ങളിൽ കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റിനെയാണ് എന്ത് പറയുന്നത്? കരക്കാറ്റ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് ഇവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഹൈ പ്രഷർ ടു ലോ പ്രഷർ, ഉയർന്ന മർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദത്തിലേക്കാണ് എപ്പോഴും കാറ്റ് വീശ. ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഒഡീഷയിലെ മഹാനദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് അല്ലെ. അടുത്ത ഭാഗം ഡാംസിനെ കുറിച്ചിട്ടുള്ള, അണക്കെട്ടുകളെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഹിരാക്കുഡ് ഡാം ആണ് അല്ലെ. ഒഡീഷയിലെ മഹാനദിക്ക് കുറുകെയുള്ള ഡാം ഏതാണ്? ഹിരാക്കുഡ് ഡാം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉത്തരാഖണ്ഡില് ഭഗീരഥി നദിക്ക് കുറുകെയുള്ള ഡാം ഏതാണ്? തെഹരി ഡാം ആണ് അല്ലെ. തെഹരി ഡാമിന്റെ പ്രത്യേകത എന്താണ്? ഹയസ്റ്റ് ഡാം, ഏറ്റവും ഉയരം കൂടിയ ഇന്ത്യയിലെ അണക്കെട്ടാണ് ഏത്? തെഹരി ഡാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നീളം കൂടിയ ഡാം ഏതാണ് ഇന്ത്യയിലെ? അതിപ്പോ നമ്മൾ പറഞ്ഞ ഹിരാക്കുഡ് ഡാം ആണ് ഏറ്റവും നീളം കൂടിയ ഡാം വരുന്നത്. സർദാർ സരോവർ ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലെ നർമ്മദ നദിക്ക് കുറുകെയാണ് അല്ലെ സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? ഇനി ബക്രാനങ്കൽ നദിയുടെ പ്രത്യേകത എന്താണ്? ഹയസ്റ്റ് ഗ്രാവിറ്റി ഡാം ആണ്. ഉയരം കൂടിയ ഗ്രാവിറ്റി ഡാം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ബക്രാനങ്കൽ ആണ്. ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? ഇനി കേരളത്തിലത്തെ ഡാമിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടുക്കി ഡാമിന്റെ കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. PSC ചോദിച്ചിട്ടുള്ളത്. ഇടുക്കി ഡാമിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ ആർച്ച് ഡാം ഏതാണ്? ഇടുക്കി ഡാം ആണ് അല്ലെ. ഇനി ഇടുക്കി പ്രൊജക്ടിനെ കുറിച്ച് PSC ചോദിക്കുകയാണെങ്കിലോ, കുളമാവ്, ചെറുതോണി, ഇടുക്കി, ഈ 3 സംഭവങ്ങൾ കൂടി ചേർന്നിട്ടുള്ള പ്രൊജക്റ്റാണ് എന്ത്? ഇടുക്കി പ്രൊജക്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അണക്കെട്ട് തെഹരി ഡാം നമ്മൾ പഠിച്ചു. ഉത്തരാഖണ്ഡിൽ ഭഗീരഥി നദിയിലാണെന്ന്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ട് ഏതാണ്? ഞാൻ പറഞ്ഞു ഗ്രാവിറ്റി അണക്കെട്ട് എവിടെയാണെന്നുള്ളത് ബക്രാനങ്കൽ അണക്കെട്ട്. സത്ലജ് നദിയുടെ കുറുകെയാണ് ഏത് അണക്കെട്ട് വരുന്നത്? ബക്രാനങ്കൽ അണക്കെട്ട് വരുന്നത്. ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ സെഷന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം, നാഷണൽ പാർക്ക് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഇരവിക്കുളം നാഷണൽ പാർക്കാണ്, ദേശീയോദ്യാനാണ്. നമുക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാഷണൽ പാർക്സ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നാഷണൽ പാർക്ക് ഏതാണ് ഇന്ത്യയിലത്തെ? ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് അല്ലെ. ഇനി നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ള അല്ലെങ്കിൽ ദേശീയോദ്യാനമുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. ലോകത്തിലെ ഒരേ ഒരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ഒഴുകുന്ന നാഷണൽ പാർക്ക് ഉള്ളത് എവിടെയാണ്? കെയ്ബുൾ ലംജാവോ, ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്തക് തടാകം, മണിപ്പൂരിലെ ലോക്തക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന കെയ്ബുൾ ലംജാവോ ആണ് ലോകത്തിലെ തന്നെ ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് എന്ന് അറിയപ്പെടുന്നത്. ഇനി നാഷണൽ പാർക്കുകളും അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആനിമൽസും ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഏഷ്യാറ്റിക് ലയൺസ്, ഏഷ്യാറ്റിക് സിംഹങ്ങളെ സംരക്ഷിക്കുന്ന നാഷണൽ പാർക്ക് ഏതാണ്? ഗിർ നാഷണൽ പാർക്കാണ്. ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം ഏത് നാഷണൽ പാർക്കിനാണ് പ്രശസ്തം? കാസിരംഗ നാഷണൽ പാർക്ക്.
ഇനി കേരളത്തിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 നാഷണൽ പാർക്കാണ് മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഇരവിക്കുളം നാഷണൽ പാർക്ക് വരയാടുകളെയാണ് സംരക്ഷിക്കുന്നത്. പെരിയാർ നാഷണൽ പാർക്കിന്റെ പ്രത്യേകത എന്താണ്? കടുവകളെയാണ് അല്ലെ സംരക്ഷിക്കുന്നത്. സൈലന്റ് വാലി ആണെങ്കിൽ സിംഹവാലക്കുരങ്ങുകളെയാണ് ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നത്. ഏറ്റവും വലിയ നാഷണൽ പാർക്ക് കേരളത്തിൽ ഏതാണ്? പെരിയാറാണ് അല്ലെ. ചെറുത് ഏതാണ്? പാമ്പാടും ചോല. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. 1978 ഇരവിക്കുളം ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. അവിടുത്തെ പ്രധാന ആകർഷണം വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളാണ്. ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? അപ്പൊ ഇന്നത്തെ സെക്ഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ജോഗ്രഫിയുടെ എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്കിപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള PDF ഞാൻ താഴെ പിൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ലൈഫ് ട്രാക്കിന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും SSCയുടെയോ PSCയുടെയോ വേറെ ഏതെങ്കിലും പോസ്റ്റുകളുടെ PDF സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞങ്ങളുടെ പോയിന്റ് ഓഫ് കോൺടാക്റ്റിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. നമ്മുടെ കൺസേൺഡ് ആയിട്ടുള്ള കുട്ടികൾ അത് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ നമ്മുടെ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നാളെ അടുത്ത സബ്ജക്റ്റ് ആയിട്ട് കാണാം.